കൽക്കി 2898 AD നാഗശ്വിൻ സംവിധാനം ചെയ്തിട്ടുള്ള 600 കോടി മുതൽ മുടക്കൽ കഴിഞ്ഞ ദിവസം റിലീസായിട്ടുള്ള പടം. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഉണ്ടോ അറിയില്ല, ഏതായാലും ഈ ഭാഷകളിലൊക്കെ തന്നെ റിലീസാണ്. 600 കോടി എന്ന് പറയുമ്പോൾ ചില്ലറയൊന്നും ഇല്ലല്ലോ. സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് പടം തുടങ്ങി അങ്ങനെ ഒഴുക്കിലങ്ങനെ പോവുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കത്താൻ കുറച്ച് സമയം എടുക്കും. അത് ഒരു പ്രഭാസിൻ്റെ എൻട്രിൻ്റെ ആ ഒരു സമയത്താകുമ്പോഴേക്ക് ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും. പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഏതാ യുദ്ധഭൂമിയിൽ ഇത്രയും തോന്നെ ഭടന്മാരെന്നാണ് തോന്നുന്നത്. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ ആരൊക്കെയോ വരുന്നു പോകുന്നു. ദുൽഖർ വന്നു, എന്തിനു വന്നു? അതേപോലെ വിജയ് ദേവരകൊണ്ട വന്നു, എന്തിനാ വന്നത്? മീൻസ് അത്രയും സ്റ്റാർ കാസ്റ്റിൻ്റെ ആവശ്യം എന്തായിരുന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടാനുള്ളൊരു പാട് ചില്ലറയൊന്നുമല്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഇത് കഴിഞ്ഞ് കിട്ടിയാൽ വീട്ടിൽ പോകുമായിരുന്നു എന്നുള്ള തോന്നലാണ് ഫസ്റ്റ് ഹാഫ്. എങ്ങനെയോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ ഞാനും ആലോചിച്ചു, പോയാലോ? എന്തിനിരിക്കുകയാണ്? 600 കോടി, ഓക്കെ, VFX ഉണ്ട്, പിന്നെന്താ ഭയങ്കര സെറ്റുണ്ട്, ഭയങ്കര എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് യാതൊരു ഇമോഷനും ഇല്ലെന്ന് നമ്മളിങ്ങനെ ആ ഒരവസ്ഥയായിരുന്നു ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഇങ്ങോട്ട് തുടങ്ങിയപ്പോഴേക്കും പിന്നെ അതെ രോമാഞ്ചിഫിക്കേഷൻ എഫക്റ്റാണ്. അതുവരെ ഫസ്റ്റിലിട്ട് വലിപ്പിച്ച് വെറുപ്പിച്ച് കൊന്നൊരു യാത്രയിൽ നിന്ന് പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് ഫിഫ്ത്തിലോട്ട് മാറ്റിയിട്ടുള്ളൊരു ഒരു ചേഞ്ചായിരുന്നു. അമിതാഭ് ബച്ചൻ്റെ ഒരു എൻട്രി ഉണ്ട്. അമിതാഭ് ബച്ചൻ ഇങ്ങോട്ട് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതെന്തുവാണ് ഈ കാണിച്ച് വെച്ചതെന്നുള്ളൊരു ഫീല് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് അത്രയും വെറുത്തുകൊണ്ടായിരിക്കുമെന്ന് ഓർമ്മയില്ല. സെക്കൻഡ് ഹാഫിൽ അമിതാഭ് ബച്ചൻ, നമ്മുടെ അന്നാബൻ, പശുപതി, നമ്മുടെ ശോഭനേച്ചി, അങ്ങനെ എത്രയോ പേര്. പിന്നെന്താ സംഭവിച്ചെന്നൊരു ഐഡിയ ഇല്ല. ആ ജാതിയായിരുന്നു. എന്നെ ഞെട്ടിച്ചറിഞ്ഞത് അമിതാഭ് ബച്ചനും കമൽഹാസനുമാണ്. കമൽഹാസൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ലാസ്റ്റ്, എൻ്റെ പൊന്നേ, ഭീകരെന്ന് പറഞ്ഞാൽ കൊടൂരം. അമിതാഭ് ബച്ചനെ ഈ പ്രായത്തിൽ ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങിയതിന് ശേഷം അമിതാഭ് ബച്ചൻ്റെ ഒരു ആക്ഷൻ സാധനമൊക്കെ എൻ്റെ ഓർമ്മയിലില്ല. ഞാനൊരു 2010 ശേഷമൊക്കെയാണ് സിനിമ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ആ സമയത്തൊക്കെ അമിതാഭ് ബച്ചൻ്റെ പിക്കു അതേപോലെയുള്ള കുറച്ച് പടങ്ങൾ എന്നല്ലാതെ അമിതാഭ് ബച്ചന് ഈ 80-ാം വയസ്സിൽ ഇത്രയും ആക്ഷനോട് കൂടി ഇത്രയും എനിക്കറിയാൻ പാടില്ലായിരുന്നു. എൻ്റെ അമ്മ, അമിതാഭ് ബച്ചൻ്റെ ആ പ്രകടനം കാണാൻ തന്നെ തിയേറ്ററിൽ പോയാൽ പൈസ വസൂൽ. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഉണ്ട്, പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സിങ് ആണ്. ഇതെന്താണെന്ന് സംഭവിക്കുന്നത്? എന്തിനാണ് ഇതൊക്കെ? നമുക്ക് പ്രേക്ഷകനോടൊരു ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റാതെ സിനിമ അങ്ങനെ വരണ്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ്. അല്ലാത്ത ആളുകളുണ്ടാവും കേട്ടോ. സത്യം പറയട്ടെ, ഞാൻ നമ്മുടെ റിവ്യൂവേഴ്സ് ആൾക്കാരുണ്ടല്ലോ, എന്തോ വേർഡ് ഞാൻ പറയാൻ വന്നു മറന്നുപോയി. അവരുടെയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ പോയത് ഇവരൊക്കെ എന്ത് കണ്ടാണ് ഇത്രയും പോസിറ്റീവ് റിവ്യൂ പറഞ്ഞത്? ഷസാം ആയിക്കോട്ടെ, അശ്വന്ത് ഗോക്ക് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്തിനാണിത് പറഞ്ഞതെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞുള്ള ഡയലോഗ് ഇവിടെ പറയാൻ കൊള്ളൂല. അപ്പം ഞങ്ങളിങ്ങനെ പണ്ടാരെ കയറി പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുക. ലിറ്ററലി എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു ഫസ്റ്റ് ഹാഫിൽ. ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇൻ്റർവെൽ സമയം, അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചതാണ് ഇറങ്ങിപ്പോകണമെന്ന്. പക്ഷേ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എനിക്ക് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് മിസ്സാവുമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അന്നാബൻ്റെ ഒരു ക്യാരക്ടർ, എനിക്ക് ആ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ അന്നാബൻ്റെ ക്യാരക്ടറാണ്. പൊളിയായിരുന്നു, വൻ പൊളി എന്ന് പറഞ്ഞാൽ പൊളി. പിന്നെ അറിയാലോ അമിതാഭ് ബച്ചനൊക്കെ എന്നാ ആക്ഷനാ. 80-ാം വയസ്സിലാണ് അങ്ങേരെന്ന് ഓർക്കണം. എന്തൊക്കെയോ ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി സഹിച്ചിരുന്ന് കണ്ടാൽ സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് പാൽപ്പായസം കിട്ടും. അതാണ് കൽക്കി 29
സോറി അതന്നെല്ലായിരുന്നോ 2098 AD ആ വാട്ട് എവർ ഇറ്റ് ഈസ് പടം മനസ്സിലായല്ലോ. സോ മൈ ഒപ്പീനിയനാണ് പൊങ്കാല ഇടരുത്. കണ്ടവരുണ്ടെങ്കിൽ താഴെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ നന്നാവും. വെറുതെ എനിക്കറിഞ്ഞിരിക്കുകയല്ലോ, കാണുന്നവർക്കെങ്കിലും വന്ന് കണ്ടു പോവുകയും ചെയ്യാം. അപ്പം അതാണ് കൽക്കി. താങ്ക് യു, പിന്നെ കാണാം.